ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ വിജി സണ്ണിയാണ്. ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചു വളർത്തപ്പെട്ടു വന്നാൽ തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം കർത്താവ് ഒരുക്കി കൊടുത്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് അരുളി ചെയ്ത ആ കർത്താവാകുന്ന വഴിയിലൂടെ കടന്നു വരുവാൻ കർത്താവ് തൻ്റെ സഹോദരിക്ക് കൊടുത്ത അവസരം വലിയതാണ്. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും ആ സഹോദരി നമുക്ക് കേൾക്കാം. അതിനായി പ്രിയ വിജി സണ്ണിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. സിസ്റ്ററെ, സന്തോഷമായിരിക്കുന്നുവോ? അതെ ആന്റി, സന്തോഷമായിട്ട്. ഓക്കെ. വീട്ടില് ആരൊക്കെയുണ്ട്? കുഞ്ഞുങ്ങള്? വീട്ടില് ഞങ്ങള് മൂലമറ്റത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. വീട്ടിലെ ഭർത്താവും 2 പെൺകുഞ്ഞുങ്ങളും എനിക്കുണ്ട്. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തില് കർത്താവിനെ കണ്ടുമുട്ടിയതായ ഒരു നല്ല അനുഭവം, പിന്നെ കർത്താവ് നടത്തിയ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അതിനു മുന്നമേ നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങയോ ആഴ്ത്തുന്നു, സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന അപ്പാ. ഹല്ലേലൂയ. പ്രിയ സഹോദരിയുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, അങ്ങ് ആ പ്രിയ സഹോദരിയെ നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും കേൾക്കുവാനും കർത്താവെ, അത് കേൾക്കുന്നവർക്ക് ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരുവാനാ കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. സിസ്റ്റർ, ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങളും വഴികളും ഒക്കെ സിസ്റ്ററിന് ഷെയർ ചെയ്യാം. അതിനുള്ള സമയമായി ഞാനിപ്പോൾ വേർതിരിച്ചു തരികയാണ്. ആമേൻ. എന്റെ പേര് വിജയമ്മ എന്നായിരുന്നു. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. എനിക്ക് ഇതുപോലെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഒരു വേദി ഒരുക്കി തന്ന ജോയ്സ് ടിവിയോടും ജോയ്സ് ആന്റിയോടും എന്റെ നന്ദി അറിയിക്കുകയാണ്. ആദ്യമായി എന്റെ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 92 ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ഇതുവരെയും ഞാൻ ഇതുപോലെ പരസ്യമായ ഒരു സാക്ഷ്യം പറയാനോ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനോ ഒന്നും കഴിയാത്ത ഒരു അവസ്ഥയിൽ ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരു സാക്ഷ്യത്തിനുള്ള ഒരു അവസരം തന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ എന്ത് സാക്ഷ്യം പറയും? ഞാൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ ആഗ്രഹിച്ച് കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ആ അവസ്ഥയിലേക്ക് ആയിത്തീരാൻ പറ്റാഞ്ഞത് കൊണ്ട് ഞാൻ ഞാൻ ബോധവതിയല്ലായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ട് സഭയിൽ പോകുന്നു, ഭർത്താവുമായിട്ട് പോകുന്നു, ഒരു ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. അതിലുപരി ഞാൻ ആഗ്രഹിച്ച വിധത്തില് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റാത്തത് കൊണ്ട് എനിക്കൊരു സാക്ഷ്യമില്ല, ആരോട് എന്ത് പറയാനാണ് എന്നുള്ള ചിന്താഗതിയായിരുന്നു. എങ്കിലും ജോയ്സ് ആന്റി വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എന്റെ പുറകിലുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു. എന്റെ ദൈവം എന്നെ എത്രമാത്രം നടത്തി, ഒരുപാട് നന്മകൾ എന്റെ ജീവിതത്തിൽ ചെയ്തു തന്നു. ഞാൻ ഒന്നും എന്റെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടില്ല, എങ്കിലും ദൈവത്തിന്റെ സ്നേഹം എന്നെയും തേടി വന്നു. എനിക്ക് പറയാനായിട്ടോ പൂഴാനായിട്ടോ ഒന്നുമില്ല. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ് എന്റെ ജീവിതത്തില്. എന്റെ മാതാവും പിതാവും ഞങ്ങൾ 10 മക്കളാണ്. അതിലെ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. വളരെ ദരിദ്രമായ കുടുംബമായിരുന്നു. എന്റെ അപ്പൻ വലിയൊരു മദ്യപാനിയായിരുന്നു. ദേശത്ത് അറിയപ്പെടുന്ന ഒരാള്. മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കും, ദിവസവും വഴക്ക്, പ്രശ്നങ്ങൾ, വീട്ടിൽ വന്നാൽ പ്രശ്നം, അങ്ങനെ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് എന്റെ ബാല്യകാലം പോയത്. മാതാവിനെ ഉപദ്രവിക്കുമായിരുന്നു. മൂത്ത സഹോദരങ്ങളെല്ലാം വിവാഹം കഴിച്ച് മറ്റു വീടുകളിലേക്കൊക്കെ ആയി. ഞാനും എന്റെ നേരെ മൂത്ത ഒരാങ്ങളയുണ്ട്, അതിന്റെ മൂത്ത ഒരു സഹോദരി. ഈ പ്രായം ഞാൻ 8, 9 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയം. ആ സമയത്ത് എനിക്ക് വളരെ ദുഃഖം തോന്നി. അമ്മയെ മിക്ക ദിവസവും അടിച്ച് പുറത്താക്കും. അമ്മ ഏതെങ്കിലും സഹോദരങ്ങളുടെ വീട്ടിലായിരിക്കും. വീട്ടിൽ എനിക്കൊരു നിരക്ഷരത, ഒരു അരക്ഷിതാവസ്ഥയിലാണ് വളർന്നു വന്നത്. ആ സമയം മരിക്കണം, ആത്മഹത്യ ചെയ്തേക്കാം, ഇങ്ങനെ ഒരു ജീവിതം എന്തിനാണെന്ന് ചിന്തിച്ചു. അന്ന് ദൈവത്തെ കുറിച്ചൊന്നും ഒരു ബോധ്യമില്ല. എന്റെ പിതാവിന്റെ അപ്പൻ ഒരു വലിയ മന്ത്രവാദി, സേവാമൂർത്തിയൊക്കെ വെച്ചുകൊണ്ട് നടന്ന വലിയൊരു ആളായിരുന്നു ആ കാലഘട്ടത്തില്. അതെല്ലാം കണ്ട് അവരുടെ പൂജകളും കർമ്മങ്ങളും എല്ലാം കണ്ട് ആണ്ടുതോറും അമ്പലത്തിലെല്ലാം ഞങ്ങളെ കൊണ്ടുപോകും. എന്നെ ഒരു അമ്പലത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ്. 9ാമത്തെ വയസ്സുള്ളപ്പോൾ എന്നെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി, ഒരു ദേവീക്ഷേത്രത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച്, ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അമ്പലത്തിൽ പോകുമെങ്കിലും എനിക്ക് ദൈവത്തെ കുറിച്ചോ ഒരു
ഒരു ആത്മീയ സന്തോഷം എന്താണ്, ദൈവം എന്താണെന്ന് ഒന്നും ഒരു ബോധ്യമില്ലാതെ വളരുന്ന പ്രായം. ആ സമയത്ത് നിരാശയായിരുന്നു ജീവിതത്തിൽ. എന്നും വഴക്കും പ്രശ്നം. സന്ധ്യ ആയാൽ ഭയമാ, എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്നുള്ള ഒരു പ്രായമായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ രാത്രി ദൈവത്തിന്റെ ഇടപെടൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പിന്നീട് എനിക്ക് ബോധ്യം വന്നു. ഞാൻ കാണുന്ന സ്വപ്നങ്ങളല്ല, ഈ പട്ടാളക്കാര് നമ്മളെ ആക്രമിക്കാൻ വരുന്നു, ഓടി ഒളിക്കുന്നു, പല സ്ഥലങ്ങളിൽ പോയി ഒളിക്കുന്നു. ആ സമയത്തെല്ലാം ഈ പട്ടാളക്കാർ വാഹനത്തിലും വെള്ളത്തിലൂടെയും കരയിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന വാഹനം അവർ നമ്മളെ എവിടെ ഇരുന്നാലും കണ്ടുപിടിക്കും. അപ്പോൾ അതിന്റെ ഒരു സൈറൺ മുഴങ്ങും, അത് വന്ന് നമ്മളെ പിടിക്കും. ഒളിക്കാൻ ഇടമില്ലാത്ത ഒരു സാഹചര്യം. പല ദിവസങ്ങളും ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം കൂടെ എന്നെ ആകെ ഭീതിപ്പെടുത്തി. ഏതവസ്ഥയിലായി തീരുമെന്ന് എനിക്കറിയത്തില്ല. ആരോട് ഇതിനെക്കുറിച്ച് പറയണം, എനിക്കിതിനൊരു മറുപടി കിട്ടാനില്ലാതെ ഞാൻ വളരെ വിഷമിച്ച സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ, CSI പള്ളിയിൽ കൺവെൻഷൻ നടക്കുന്നു. രാത്രിയിൽ ഞാൻ അതിന്റെ പാട്ട് ഇങ്ങനെ കേട്ടു. അവിടെ പാടുന്ന പാട്ടുകളെല്ലാം ശ്രദ്ധിച്ചു. അതും വളരെ ഒരു പ്രത്യേക ഒരു അനുഭവം എനിക്കുണ്ടായി. ആ സമയത്ത് അവിടെ വചനം ശുശ്രൂഷിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അന്ന് നടക്കാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ പറയുന്നപ്പോൾ അതാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്റെ സ്വപ്നവുമായിട്ട് ഞാനിതിങ്ങനെ കണക്ട് ചെയ്തു. ഇത് ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണല്ലോ, എനിക്ക് രക്ഷ എവിടെ നിന്ന് കിട്ടും എന്ന് ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് 1992 ഞങ്ങളുടെ അടുത്തൊരു പെന്തക്കോസ്ത് കൺവെൻഷൻ നടക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീട്ടിലെ അവരമ്മയുണ്ട്, CSI പോകുന്ന അമ്മയാണ്. അമ്മ ഈ കൺവെൻഷൻ കൂടാനൊക്കെ പോകും. ആ കൂടെ ഞാനും അന്ന് പോയി. അവിടെ പോയി കൺവെൻഷൻ കേട്ടപ്പോൾ ദൈവവചനം, അന്നാണ് കർത്താവിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. കർത്താവ് ലോകരക്ഷിതാവാണ്, അവൻ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരകനാണ്, ദൈവിക സമാധാനം അവനിലൂടെയുണ്ട്. ഈ വചനങ്ങളെല്ലാം എന്നോട് ദൈവം ഇടപെട്ടു. അന്നത്തെ പ്രസംഗം എന്നോടായിരുന്നു. ഞാനത് കേട്ട് ഞാൻ കൺവെൻഷന് ശേഷം ഞാൻ ആ സ്റ്റേജിലേക്ക് ചെന്ന് അവിടെ മുട്ടുമടക്കി കർത്താവിനെ ഞാൻ എന്റെ രക്ഷിതാവായി സ്വീകരിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന ആ വചനം ഞാൻ ഏറ്റെടുത്തു. എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം യേശുക്രിസ്തുവിലൂടെ പരിഹാരമുണ്ടെന്ന് ഞാൻ അന്ന് വിശ്വസിക്കുകയും കർത്താവിന് വേണ്ടി എന്റെ ജീവിതം സമർപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തൊരു സഭയുണ്ട്. ആ സഭയിലെ അച്ചായനും പാസ്റ്ററൊക്കെ ഭവന സന്ദർശനത്തിന് വന്ന് ഞങ്ങളുടെ വീട്ടിലും കയറി. അവരെന്നെ അന്ന് ശ്രദ്ധിച്ചായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ എന്റെ പിതാവ് അവിടെയുണ്ട്. കുറച്ചു സമയം അവര് സുവിശേഷം പറഞ്ഞു, എന്നിട്ട് ഒരു ബൈബിള് കൊടുത്തു. അപ്പോൾ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, എന്റെ മകൾക്ക് താല്പര്യമുണ്ട്, ഇവളെ ഇത് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ആ ബൈബിൾ അവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് തന്നു. ഇവള് പ്രാർത്ഥനയ്ക്കൊക്കെ വന്നോട്ടെ, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ഞായറാഴ്ച മുതൽ ഞാൻ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. എനിക്ക് വലിയൊരു സന്തോഷവും സമാധാനവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴും ഞാൻ പാട്ട് പാടും, പ്രാർത്ഥിക്കും. വലിയൊരു സന്തോഷം ആ സഭയിൽ നിന്ന് എനിക്ക് കിട്ടും. ദൈവപ്രവൃത്തിയുണ്ട്, പല അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, സ്നാനങ്ങൾ നടക്കുന്നുണ്ട്. വലിയ ഒരു കൂട്ടായ്മയും സന്തോഷവും അവിടെ കാണുവാനും ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് പിന്നെ എന്റെ അപ്പൻ എതിർപ്പായി എന്നോട്. ഞങ്ങൾ ഈ 10 മക്കളുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു തന്നെയാണ്. എന്നെ ഏറ്റവും ഇളയതായതുകൊണ്ട് കൂടുതൽ വാത്സല്യം എനിക്ക് ലഭിച്ചിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് ഇങ്ങനെ സ്ഥിരമായി പോകാൻ തുടങ്ങിയപ്പോൾ അപ്പൻ അത് പ്രശ്നമായി. പിന്നീട് എന്നോട് വഴക്കായി, ശത്രുതയായി, പോകാൻ സമ്മതിക്കുന്നില്ല. എവിടെ പോയാലും പ്രശ്നം. വന്ന എന്നെ കാണുന്നത് തന്നെ കുറ്റം. പലപ്പോഴും ചീത്ത വിളി, അടി, ഉപദ്രവമെല്ലാം ഞാൻ ഏറ്റു. എങ്കിലും ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുപോലെ എന്റെ ദൈവത്തോട് എനിക്ക് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു. ഞാൻ എല്ലാ ആരാധനയിലും പങ്കെടുക്കും. തിരിച്ചു വരുമ്പോൾ ചീത്തവിളി കേൾക്കും, ഉപദ്രവങ്ങൾ സഹിക്കും. അങ്ങനെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് പിന്നെയും ദൈവത്തിന്റെ പല പ്രവൃത്തികളും ഞങ്ങൾക്ക് നേരിടാൻ കഴിഞ്ഞു. എന്റെ അമ്മയും പിന്നെ രക്ഷയിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും ആരാധനയ്ക്ക് പോയി. പിന്നീട് അപ്പൻ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അമ്മ തിരിച്ചുപോയി, ആരാധനയ്ക്ക് വരാതെ പുറകിലേക്ക് പോയി. ഈ സമയം ഞാൻ 93 സഭയിൽ സ്നാനം നടക്കുന്നു. എന്നോട് സ്നാനപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്നാനപ്പെടുന്നില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയം ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതിപ്പോ എനിക്ക് ഭയമായിരുന്നു സ്നാനപ്പെടാൻ. വീട്ടിൽ ഇത്രയും എന്നോട് എതിർപ്പ്. ഞാൻ സ്നാനപ്പെട്ട് ദൈവഹിതത്തിന് വേണ്ടി നിന്നാൽ ഇവരെന്നെ ഏത് രീതിയിൽ കാണുമെന്ന്. പലപ്പോഴും ഉപദ്രവം ഏൽക്കുമ്പോഴൊക്കെ ഞാൻ അടുത്ത വീട്ടിലാണ് പോയി കിടക്കുന്നത്. അവിടുത്തെ അമ്മ എനിക്ക് നല്ലൊരു സഹായമായിരുന്നു ആ സമയത്ത്. അടിച്ചിട്ടുണ്ട്. വെള്ളം മേത്തോട്ട് കഞ്ഞിവെള്ളം കോരി ഒഴിക്കും, കറി ഒഴിക്കും, മോശമായ വർത്തമാനം എന്നെ കുറിച്ച് പറയും. ഞാൻ
മോശം കാര്യത്തിന് പോകണം, അനുസരണയില്ലാതെ നടക്കുകയാണ്, അധികപ്പറ്റായിട്ട് നടക്കുകയാ, സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നു, ആ രീതിയിൽ തോന്നിവാസക്കാരി. അതാണ് എന്നെ കുറിച്ച് പറയാൻ പിന്നീട് പറയുന്നത്. അപ്പൊ ഞാൻ അതെല്ലാം സഹിച്ച് ഞാൻ ഇങ്ങനെ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേന് എന്റെ അമ്മയെ ആരാധനയ്ക്ക് വിടാതെയായി. അമ്മയ്ക്ക് അസുഖം വന്നു. പിന്നെ 2000 അമ്മയ്ക്ക് അസുഖമായി, ഹാർട്ടിന് പ്രശ്നമാണ്, ക്യാൻസർ. അമ്മയുടെ ആമാശയത്തിൽ ഒരു മുഴ വളരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ക്യാൻസറിന്റെ ആരംഭമാണ്, വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അമ്മ ആഹാരം കഴിക്കുന്നില്ല, നടക്കാൻ പറ്റത്തില്ല, അമ്മ കിടപ്പിലായി. ഞങ്ങൾ ആശുപത്രി വഴിയാ ചേച്ചിമാരും ഞങ്ങളെല്ലാം അമ്മയെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ വളരെ നിരാശ നിറഞ്ഞ ജീവിതമായിരുന്നു. അപ്പോഴെന്റെ അപ്പം പറഞ്ഞു ഇനി ഇവള് രാത്രിയും പകലും എല്ലാം പ്രാർത്ഥനയ്ക്ക് പൊക്കോട്ടെ, ഞാൻ തടയുന്നില്ല. കർത്താവ് അവളെ സൗഖ്യമാക്കുവാണെങ്കിൽ അവളെ ഏത് സമയം ആരാധനയ്ക്ക് പോകുന്നതിന് എതിർപ്പില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭവനത്തിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. എന്റെ മാതാവിന് അത്ഭുത സൗഖ്യം ദൈവം കൊടുത്തു. അമ്മ ആഹാരം കഴിക്കാൻ തുടങ്ങി, ജോലി ചെയ്യാൻ തുടങ്ങി, പഴയ രീതിയിലേക്ക് അമ്മ അങ്ങനെ ആയി. ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ ആയി. അത് കഴിഞ്ഞ് ചില നാളുകൾ കടന്നുപോയി. എന്റെ അപ്പൻ ആദ്യം ഒരു ദിവസം എന്നോട് ഭയങ്കരമായി ചീത്ത വിളിച്ചു. രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. വീട്ടിൽ കിടന്നിട്ട് ഞാൻ വളരെ നിരാശപ്പെട്ടു. എന്റെ ദൈവമേ, എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ മോശമായി എന്നെ കുറിച്ച് സംസാരിക്കുന്ന, ചീത്ത വിളിക്കുന്ന, മറ്റുള്ളവർ കേൾക്കുന്ന ഈ വിഷയമെല്ലാം എന്നെ ഭാരപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ കരഞ്ഞു. കുറെ സമയം കഴിഞ്ഞ് എന്റെ പിതാവ് അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഒരു അലർച്ച, ചാടി എഴുന്നേറ്റു. അലർച്ച കേട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കിതയ്ക്കുക, വളരെ വിയർത്ത് കിതച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു വെളുത്ത് വീഴ്ചയുള്ള ഒരു ചെറുപ്പക്കാരൻ വാളും വീശിക്കൊണ്ട് എന്റെ അടുത്ത് വന്നു. എന്നെ വെട്ടാൻ ഒരുങ്ങി. ഞാൻ ഭയപ്പെട്ടു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു ദൈവത്തോട്. എന്റെ കർത്താവ് എത്ര സ്നേഹവാനാണ്, എന്റെ വേദന അറിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ വളരെ സങ്കടത്തോടെ ദൈവത്തോട് കരയുകയും എന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ കിടന്നുറങ്ങി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ ചേച്ചിയുടെ വീട്ടിൽ കൊയ്ത്ത് നടക്കുകയാ. അപ്പൊ പറഞ്ഞ് ഞങ്ങള് കൊയ്ത്തിന് പോകുന്നു, നീ ഒരാഴ്ച കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും അങ്ങോട്ട് പോയി. അപ്പോൾ സഭയിൽ ഒരു 3 ദിവസത്തെ ഉപവാസം നടക്കുന്നു. ഞാൻ ആഗ്രഹിച്ചത്, എനിക്ക് ഒരിക്കലും ഉപവാസ പ്രാർത്ഥനയൊന്നും കൂടാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഓർത്ത് ഈ 3 ദിവസം എനിക്ക് ഉപവസിക്കാം, ദൈവസന്നിധിയിൽ ഇരുന്ന് സന്തോഷം അനുഭവിക്കാമല്ലോ എന്നോർത്ത് ഞാനും അമ്മയോടൊപ്പം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോയി. പ്രാർത്ഥനയിൽ പങ്കെടുത്ത അന്ന് രാവിലെയും വൈകിട്ടത്തെ പ്രാർത്ഥനയും കൂടി ഞങ്ങൾ അവിടെ കിടന്നു. ഇന്നത്തെ പോലെ അന്ന് വാഹനങ്ങളില്ല, ഒരുപാട് ദൂരം നടക്കണം. അതുകൊണ്ട് രാത്രിയിൽ അവിടെ തന്നെ തങ്ങി. രാവിലെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ, വീട്ടിൽ വന്നപ്പോ എന്റെ ചേട്ടന്റെ ഭാര്യയുണ്ട്, എന്നോട് ഭയങ്കരമായിട്ട് കയർത്ത് ഇടപെട്ടു. നീ ഇന്നലെ അവിടെ പോയതാ, ഇന്നലെ ഇവിടെ ചാച്ചൻ തിരിച്ചു വന്നു. വളരെ രാത്രിയിലെല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. ചോദിക്കാതെ പറയാം, രാത്രിക്കും കൂടെ അവിടെ ഇറങ്ങാൻ തുടങ്ങിയോ, അവിടെ പുസ്തകം എല്ലാം ഇങ്ങോട്ട് എടുക്കുക, ഡ്രസ്സ് എടുക്കുക, കത്തിച്ച് കളയാ, അവളുടെ പഠിപ്പിക്കുന്നില്ല, ഇനി എല്ലാം നശിപ്പിക്കാനായിട്ട് ഒരുങ്ങി ഭയങ്കരമായിട്ട് വയലന്റ് ആയി. അപ്പുറത്തെ വീട്ടിലെ അമ്മയുടെ ഭർത്താവിനെ കുറെ ചീത്തയെല്ലാം വിളിച്ച് എന്റെ ആങ്ങളെ ഇടപെട്ട് അവര് തമ്മിൽ പ്രശ്നമായി. ആകെ ബുദ്ധിമുട്ട് വീട്ടില്. അപ്പോഴെന്നോട് പറഞ്ഞു, നീ രാവിലെ ഇങ്ങനെ പോയിട്ട് നീ നടക്കുന്നതുകൊണ്ട് വീട്ടിലും പ്രശ്നം, ഞങ്ങൾക്ക് സമാധാനക്കേടാ, ഇവിടെ എന്തെങ്കിലും ചെയ്തോ, ഇനി മേലെ പ്രാർത്ഥനയ്ക്ക് പോകരുതെന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിലിരിക്കാനും പേടി, പ്രാർത്ഥനയ്ക്ക് പോകാനും പേടി. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു. എങ്കിലും വീട്ടിലിരിക്കാൻ എനിക്ക് ഏറ്റവും പേടി തോന്നി. എന്നാലും അന്ന് പകല് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. വൈകുന്നേരം തന്നെ തിരിച്ച് വീട്ടിലെത്തി. എന്റെ അപ്പൻ വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ വീട്ടിൽ വന്ന് സന്ധ്യ ആകാറായി. എന്നോട് വീട്ടിൽ ഇനി കയറരുതെന്നാ പറഞ്ഞു. അന്നുകൊണ്ട് എന്നോട് ഇറങ്ങിക്കോണം, സാധനം എടുത്തോണ്ട് ഇറങ്ങണമെന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ രാത്രി ആയപ്പോൾ എന്റെ അപ്പൻ നോക്കിയിരിക്കുക, ഇപ്പം വരും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഓർത്ത് ഞാൻ ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. രാത്രി ഒരുപാട് രാത്രിയായിട്ട് ആളെ കാണുന്നില്ല. ഞാൻ ഉറങ്ങിപ്പോയി. നേരം വെളുത്ത സമയത്ത് ഞാൻ എഴുന്നേറ്റ് അപ്പോൾ ഞാനിങ്ങനെ നോക്കി, എന്റെ അച്ഛൻ ഇന്നലെ വന്നിട്ടില്ല, എതിലേ പോയി എന്നോർത്ത് ഞാനും വിഷമിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അടുത്തൊരു പാടം ചില സ്ഥലങ്ങള്, ഒരു മുതലാളിയുടെ സ്ഥലം നോക്കുന്ന ഒരു തൊഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കെട്ടിടമുണ്ട്, അവിടെയാണ് ആള് കടന്നത്. പകൽ അവിടെ നിൽക്കുന്നത് കണ്ട്. അങ്ങനെ അവിടെ പിന്നെ അന്ന് വൈകിട്ട് വീട്ടിൽ വന്നില്ല. പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ആഹാരം അങ്ങോട്ട് കൊണ്ടുകൊടുക്കും, വൈകിട്ട് കൊണ്ടുകൊടുക്കും. അങ്ങനെ 16 വർഷം എന്റെ വിവാഹം കഴിയുന്നോടം വരെ എന്റെ പിതാവ് കടന്നത് ആ വീട്ടിലാണ്. ഞാൻ വീട്ടിൽ എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാനായിട്ട് ദൈവം അവസരം ഒരുക്കി തന്നു. അങ്ങനെ എന്റെ ആവശ്യങ്ങളിലെല്ലാം ദൈവം വലിയവനായി എന്നോട് കൂടെ ഇരുന്നു. പിന്നെ ഞാൻ സ്നാനപ്പെടുന്നത് 1994 സ്നാന സഭയിൽ നടക്കുന്ന 5 പേര് സ്നാനപ്പെടുന്നുണ്ട്. എന്നോട് പാസ്റ്റർ ചോദിച്ചു സ്നാനപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയമായതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുന്നില്ല എന്ന് പറഞ്ഞ്
വൈകിട്ടത്തെ കൺവെൻഷനൊക്കെ കൂടി വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നപ്പോൾ എന്റെ മനസ്സിൽ വലിയ ഭാരം. ഈ 2 വർഷവും ഞാൻ സ്നാനപ്പെട്ടില്ല. അതിനിടയിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. എന്നിട്ട് സ്നാനപ്പെടാതെ ഞാൻ ഒഴിവായി നിൽക്കുന്നതിൽ എനിക്ക് വളരെ ഭാരം തോന്നി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞാൻ സ്നാനപ്പെടണം, നീ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാം. മനുഷ്യന്റെ വാക്കിന് ഞാൻ ഒരിക്കലും വില കൊടുക്കുന്നില്ല എന്ന് കർത്താവിനോട് രാത്രിയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം വായിക്കാനായിട്ട്. ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് വായിച്ചു തുടങ്ങിയപ്പോൾ ഈ ഭാഗമാണ് കാണുന്നത്. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നു. തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞ് ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്ന് ദൈവവചനം പൊരുൾ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ചോദിക്കുക, ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്താണ് തടസ്സമെന്ന്, വിരോധമെന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ ആ വാക്യം വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആ സമയമൊന്നും എനിക്ക് അതിന് വചനത്തെ കുറിച്ചൊന്നും നിശ്ചയമില്ലാത്ത കാലഘട്ടമായിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് ദൈവം എന്നോട് ഇടപെട്ടു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുമെങ്കിൽ ആകാമെന്ന്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നിന്റെ വാക്കിന് ഞാൻ സ്നാനപ്പെടുകയാണ്. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്റെ കർത്താവിന് വേണ്ടിയാണെന്ന് ഞാൻ അന്ന് രാത്രിയിൽ തീരുമാനമെടുക്കുകയും എന്റെ ആഭരണങ്ങളെല്ലാം ഊരിമാറ്റി ഞാൻ തീരുമാനമെടുത്തു. പിറ്റേ ദിവസം രാവിലെ സ്നാനം നടക്കുകയാണ്. എനിക്ക് വീട്ടിൽ ചോദിക്കാൻ ഭയമുണ്ടായിരുന്നു, എങ്കിലും ഞാൻ പോകാനായിട്ട് ഒരുങ്ങി. അതിരാവിലെ തന്നെ ഒരുങ്ങി ഒരു ജോഡി ഡ്രസ്സ് കൊടുത്ത് അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇന്ന് സ്നാനപ്പെടുകയാ. പെട്ടോട്ടെ എന്ന് ചോദിച്ചാൽ പെട്ടോളം പറയത്തില്ല, അനുവാദം കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് സ്നാനപ്പെടുവാന്ന് പറഞ്ഞു. കുറെ സമയം ഒന്നും മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ഇഷ്ടത്തിനാണ് ഇന്ന് വരെ നടക്കുന്നത്, നാളെയും അങ്ങനെ തന്നെ പൊക്കോ, നിന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ ഇടപെടത്തില്ല. നിനക്ക് എന്ത് വിഷയം, നിന്റെ പഠനകാര്യമോ നിന്റെ വിവാഹമോ ഒന്നും ഞങ്ങൾ നടത്തത്തില്ല, അത് നിന്റെ സഭക്കാര് നടത്തിക്കോളും എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ ഞാൻ പോയി സ്നാനപ്പെടുകയും ദൈവത്തോട് ചേർന്ന് ദൈവഹിത പ്രകാരം ജീവിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ 4 വർഷം തയ്യൽ കമ്പനിയിൽ പോയി നിന്നു. അത് കഴിഞ്ഞ് 2004 ഞാൻ കൊച്ചിൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് 1 വർഷം പോയി. അവിടെ താമസിച്ച് പഠിക്കുമ്പോഴെല്ലാം ദൈവം അനേക നന്മകൾ എനിക്ക് ചെയ്തു. എനിക്ക് ചെരുപ്പില്ലാതെ എന്റെ കാലിലെ ചെരുപ്പ് പൊട്ടി. എനിക്ക് സുവിശേഷം പറയാൻ പോണം, ചെരുപ്പില്ല. ഞാൻ എന്റെ കൂട്ടുകാരിയോട് ഒരു 60 രൂപ മേടിച്ചു. ഒരു ചെരുപ്പിന് അന്ന് 60 രൂപ. പാലാരിവട്ടത്തു നിന്നും ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. പൈസ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്റെ 10 രൂപ പോലും ഇല്ല. പിറ്റേ ദിവസം ഞായറാഴ്ച ആരാധന കൂടാനായിട്ട് എന്റെ ഒരു കൂട്ടുകാരി അവിടെ വന്ന് ആരാധന കഴിഞ്ഞപ്പോ എനിക്ക് സ്തോത്രം തന്നു. കൃത്യം 60 രൂപ ചില്ലറ തൊട്ടുകൾ തന്നെ. ആ 60 രൂപ എന്റെ കയ്യിൽ തന്നു. അതുപോലെ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത എനിക്ക് ഫീസ് അടയ്ക്കാനില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ചേർന്നത്. ഞാൻ അടയ്ക്കാത്തതിൽ പാസ്റ്ററിന് കുഴപ്പമില്ലായിരുന്നു. എങ്കിലും പരീക്ഷാ ഫീസ് അടയ്ക്കാത്തവർ എഴുന്നേറ്റ് നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോൾ എന്റെ പേരും വിളിച്ചു. ഞാനും എഴുന്നേറ്റ് നിന്ന് എന്നെ അവിടെ ഇരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പോസ്റ്റ്മാൻ വന്ന ഒരു മണി ഓർഡർ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ കിട്ടുകയാണ്. എന്റെ ഒരു കൂട്ടുകാരിയുടെ ബ്രദർ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് അവിടെ വടക്കേന്ത്യ സുവിശേഷ വേല ചെയ്യുന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പോയതറിഞ്ഞ് അവരിന് കിട്ടിയ ദശാംശം എനിക്ക് അയച്ചു തന്നു. അങ്ങനെ പിന്നെ കുടയില്ലാതിരുന്നു. മഴക്കാലത്ത് എനിക്ക് കുട മേടിക്കാനായിട്ട് നിർവാഹമില്ല. ഞാൻ ഭാരപ്പെട്ടു. എന്റെ ഒരു കൂട്ടുകാരി ഒരു കുട എനിക്കൊരു ചതുരത്തിലുള്ള ഒരു ബോക്സിലാക്കി എനിക്ക് തന്നു. ഒരു വചനം അതിൽ എഴുതി വെച്ചിരിക്കുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എനിക്കത് കുടയാണെന്നൊന്നും അറിയത്തില്ല. ചതുരത്തിലുള്ള ബോക്സ്, വെയിറ്റ് ഉണ്ട്. ഞാനത് തുറന്നു നോക്കിയപ്പോൾ ഒരു കുട. അങ്ങനെ അനേക അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ എന്റെ വിവാഹമാണ്. പിന്നെ പിതാവ് പറഞ്ഞു, നിന്നെ വിവാഹം കഴിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് പ്രായം കഴിഞ്ഞു, 32 വയസ്സൊക്കെ കഴിഞ്ഞു. ആ സമയമായപ്പോൾ എന്റെ പിതാവിന് പിന്നെ വിഷയമായി, ഇനി ഇവിടെ കെട്ടിച്ചു വിടണം, ഇവിടെ നിർത്തിയാൽ ശരിയാകില്ല, എന്റെ കാലശേഷം എനിക്ക് ആരാണുള്ളത്. അപ്പൊ എനിക്ക് വേണ്ടി ഒരു പൈസ പോലും കരുതി വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് കൃഷിയുണ്ട്. എല്ലാ പ്രാവശ്യം കൃഷി കഴിയുമ്പോൾ ഇതെല്ലാം വിറ്റ് കള്ളു കുടിച്ച കടം തീർത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് 1 രൂപ പോലും മിച്ചമില്ല. നമുക്ക് എന്നും ദുരിതം. മാതാവ് കഷ്ടപ്പെടുന്നു, പണിയെടുക്കുന്ന, വീട്ടു ചെലവ് നടത്തുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഒരു സമ്പാദ്യവും ഇല്ല. കല്യാണം പലത് വന്ന്, പക്ഷെ പൈസയുടെ കാര്യം വരുമ്പോൾ അതെല്ലാം മാറിപ്പോകും. ഈ സമയത്ത് 2006 ഒരു വലിയ വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ പാടമെല്ലാം മൂടിക്കിടക്കുന്ന സമയത്ത് ഒരു സ്ഥലം മേടിക്കാൻ ഒരാൾ വന്ന് ഞങ്ങളുടെ സ്ഥലം കണ്ട് കച്ചവടമായി. അത് അളന്നു നോക്കുവോ, ഒന്നും ചെയ്യാതെ തന്നെ കച്ചവടം നടന്ന് നമുക്ക് പൈസ കിട്ടി. ആ പൈസ എന്റെ പിതാവ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. ഇത് അവൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുവാനും ഞാൻ ആ സമയത്ത് വയനാട്ടില് ഗോസ്ബൽ നാഷണൽ പ്രവർത്തിക്കുക, കുട്ടികളുടെ ഇടയിലുള്ള സുവിശേഷ വേല. ഞാൻ 3 വർഷം അവിടെ ജോലി ചെയ്തു. കുട്ടികളോട് സുവിശേഷം പറയുകയും കർത്താവിന്റെ നാമം ആ ദേശത്ത് അറിയിക്കാൻ പോവുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു മിഷണറി ആയിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു.
അപ്പോഴൊരു ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ച് സണ്ണി 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 എന്നിങ്ങനെ ദൈവാത്മാവിൽ പ്രവചിച്ചു. ഞാൻ പ്രാർത്ഥന കഴിക്ക് ശേഷം ഞാൻ ചോദിച്ചു, ഈ സണ്ണി എന്ന് പറയുന്നത് എന്താ, എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു. അതെനിക്ക് അറിയത്തില്ല സിസ്റ്ററെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവ പറഞ്ഞ പേര് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2-3 സണ്ണിമാർ എന്നെ വിവാഹത്തിന് എന്നെ കാണാൻ വരികയും ഒരു സണ്ണി എന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു 2007. അങ്ങനെ ദേശത്ത് ദൈവം എന്നെ മാനിച്ചു എന്ന് പറയാനായിട്ട്, ഞാൻ ഹിന്ദു സമുദായത്തിൽ നിന്ന് പെന്തക്കോസിലേക്ക് പോകുന്നതാണ്. ഞങ്ങൾ സമുദായം വിട്ട് എല്ലാ അമ്പലമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ട് ഞാൻ മുഖാന്തരം ഞങ്ങളിങ്ങനെ മാറി നിൽക്കുന്ന സമയം എനിക്ക് ഞങ്ങളുടെ ഭാഗത്ത് കല്യാണം നടത്താനായിട്ട് ഒരു ഓഡിറ്റോറിയം ഒന്നുമില്ല. ഈ അമ്പലത്തിന്റെ ഒരു ചെറിയ കരയോഗ മന്ദിരമുണ്ട്. അവിടെ ഒരു ചെറിയ ഷീറ്റൊക്കെ ഇട്ട് ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്റെ വീട്ടുകാരെ ആര് ചോദിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ എന്റെ കല്യാണം നടത്താനായിട്ട് അനുവാദം ചോദിച്ചു. അവര് സമ്മതിച്ചു. അവിടെ വെച്ച് ആദ്യമായിട്ട് ഒരു പെന്തക്കോസുകാരിയുടെ, മറ്റ് ജാതികളിലെ ഹിന്ദുക്കളുടെ പോലും ഒരു കല്യാണം അവിടെ വെച്ച് നടന്നിട്ടില്ല അന്ന് വരെ. ആ കരയോഗ മന്ദിരത്തിൽ വെച്ച് എന്റെ കല്യാണം ആർഭാടമായിട്ട്, അന്ന് ഞങ്ങളുടെ നാട്ടിൽ ആരും പ്രതീക്ഷിക്കാത്ത നിലയിൽ വലിയ രീതിയിൽ എന്റെ വിവാഹം നടത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിപ്പോഴും ഒരു വലിയ ഓഡിറ്റോറിയമായി. അനേക കല്യാണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്റെ വീട്ടിലുള്ള സഹോദരങ്ങളുടെ മക്കളെ എല്ലാം അവിടെ വെച്ചാണ് കല്യാണം നടത്തിയത്. അതുപോലെ ആ ദേശത്ത് ഒരു പെന്തക്കോസുകാർ രഹസ്യത്തിൽ നടക്കേണ്ട ഒരു കല്യാണം, എന്റെ സ്നാനമൊക്കെ രഹസ്യത്തിലാണ് നടത്തിയത്. എന്തെങ്കിലും പരസ്യമായിട്ട് ആ അമ്പലത്തിന്റെ കരയോഗത്തിൽ വെച്ച് എന്റെ വിവാഹം നാട്ടുകാരുടെ മുമ്പാകെ മാനിച്ച് എന്നെ ദൈവം അയച്ചു. അങ്ങനെ ഞാൻ ഈ നാട്ടിൽ വന്നു. ഇപ്പോൾ ഞാൻ മൂലമറ്റത്താണ് താമസിക്കുന്നത്. എനിക്ക് 2009 എനിക്ക് ആദ്യത്തെ പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് ഫെബിയ എന്നാണ് പേര്. അങ്ങനെ ആ കുഞ്ഞുണ്ടായി. അതിന് ശേഷം അവൾക്ക് 4.5 വയസ്സ് ഉള്ള സമയത്ത് എനിക്ക് ഞങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരുന്നു. ഇവിടെ വന്നിട്ട് ജോലി ചെയ്ത് കുഞ്ഞിനെ വളർത്താനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഓർത്ത് ഈ ഒരു കുഞ്ഞു മതി എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് പ്രായവും ഒക്കെ ഒരുപാടായില്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങളുടെ പാസ്റ്ററിന്റെ ഭാര്യ പറഞ്ഞു, വിജി ഈ ഒരു കുഞ്ഞിനെ വളർത്തുന്നത് നിനക്ക് ബുദ്ധിമുട്ടാകും, ഒറ്റയ്ക്ക് അതിനൊരു കൂട്ടില്ലാതെ നീ എങ്ങനെ അതിനെ ഇട്ടേച്ച് എങ്ങനെ പോകും, അതുകൊണ്ട് ഒരു കുഞ്ഞിനെ കൂടി നിനക്ക് വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. പല പ്രാവശ്യമായപ്പോൾ ഞാനും ആഗ്രഹിച്ചു, ശരിയാണ്, എന്റെ കുഞ്ഞ് ഒറ്റപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന, ആരും കൂട്ടിനില്ല, അവൾക്ക് ആരെങ്കിലും ഒരാൾ കൂട്ടിന് വേണമല്ലോ എന്ന് ആഗ്രഹമുണ്ടായി. ഞങ്ങളിവിടെ ആശുപത്രിയിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഗൈനക്കോളജിസ്റ്റ് ഒരു കന്യാസ്ത്രീയാണ്. അവിടെ ചെന്ന് എന്നോട് ഇങ്ങനെ പ്രായം ചോദിച്ചു, എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് 38 വയസ്സുണ്ട്. 38 വയസ്സുണ്ടെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞോളെ, എന്റെ പീരിയഡ്സ് ഒന്നും കറക്റ്റ് ആയിട്ടൊന്നും ഇല്ലാത്ത സമയം, അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവര് ചോദിച്ചു, ഇപ്പൊ ഈ ഉള്ള കൊച്ചിനെ വളർത്തിയാ പോരെ, എന്തിനാണ് ഇപ്പൊ ഈ പ്രായത്തിൽ ഇനിയും വന്നേക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് വളരെ വിഷമം തോന്നി. എന്നോട് എന്നോട് ചോദിച്ചു, മൂത്ത കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞു ഇത്ര വയസ്സാ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ലേറ്റ് മാരേജ് ആണ്? അതേന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയെങ്കിലും ഞാൻ ഈ മരുന്ന് ആശുപത്രിയിൽ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോന്നപ്പോൾ ബസ്സിലിരുന്ന് ഞാനിങ്ങനെ കരഞ്ഞു. എന്റെ കർത്താവ്, ഞാൻ അപമാനിതയായി. എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ ഞാൻ ആഗ്രഹിച്ചു പോയി. എനിക്ക് കർത്താവിനും മനസ്സുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ കൂടി തരാൻ കഴിയും. എനിക്ക് എന്റെ പ്രായവും പരിധിയെല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ്. എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനും അതിനെ വളർത്തുവാനും എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എന്റെ കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് ഞാൻ ബസ്സിലിരുന്ന് കരഞ്ഞുകൊണ്ട് എന്റെ വയറിൽ ഇങ്ങനെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനത് മറന്നുപോയി. ഞാനിങ്ങ് പോന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞ്, ഒരു മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വയറിന് ഭയങ്കര പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, മരുന്ന് ഒരുപാട് മരുന്നെല്ലാം വാങ്ങിച്ചു കഴിച്ചു. എന്നിട്ടൊന്നും ഒരു കുറവുമില്ല. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, മെഡിക്കൽ കോളേജിൽ കാണിക്കുക, വയറിനൊക്കെ പ്രശ്നം വെച്ചോണ്ടിരുന്നാൽ ശരിയാകത്തില്ല, നീ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോകാനൊരുങ്ങിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്നും കൂടെ ഒരു ഡോക്ടറെ കൂടെ പോയി കാണാം, എന്നിട്ട് പോയാൽ മതി, കൊച്ചൊരെണ്ണം ഉണ്ടല്ലോ, അതിനെ ഇട്ടേച്ച് മെഡിക്കൽ കോളേജിലൊക്കെ നടക്കുന്ന പാടല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡോക്ടറെ കാണാനായിട്ട് ചെന്ന് കണ്ടു. ഡോക്ടർ പോയി ചോദിച്ചു, പ്രായവും ചോദിച്ചു, പീരിയഡ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് ഓർഡർ ആയിട്ടല്ല, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം കുറച്ച് നാളായിട്ട് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. എങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോസിറ്റീവ്. ഞാൻ അവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ഞാൻ അറിഞ്ഞില്ല, അത്ഭുതകരമായി ദൈവം എനിക്ക് എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ കൂടി എനിക്ക് ദൈവം തന്നു. ഞാൻ അവൾക്ക് നീസിയ എന്ന് പേരിട്ടു. യഹോവ എന്റെ കൊടി എന്ന അർത്ഥമുള്ള നീസിയ എന്ന് പേരിട്ട് ആ കുഞ്ഞിനെ വളർത്തുന്നു. എന്നോടൊപ്പം ഉണ്ട്. അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് 2013 അവളുടെ ജനനം. 2015 ആയപ്പോൾ പിന്നെയും ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. എന്റെ മൂത്ത കുഞ്ഞിന് അസുഖമായി, ഡെങ്കിപ്പനി വന്ന് വളരെ സീരിയസ് ആയി. അറിയത്തില്ലായിരുന്നു, പനിയായിട്ട്. ഞങ്ങൾ മൂവാറ്റുപുഴ ഒരു ആശുപത്രിയിൽ 5 ദിവസം കിടന്നു. കൊച്ചിന് പനിക്ക് ഒരു കുറവുമില്ല. അത് കഴിഞ്ഞ് അവളെ അവിടുന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സീരിയസ് ആയിട്ട് പിന്നെ കോട്ടയം തൊടുപുഴ കാരിക്കോട് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ കൊച്ചു അവശതയായി. കൊച്ചിന്റെ വയറിലെല്ലാം ബ്ലഡ്
കോട്ടായിട്ട് കിടക്കുന്ന 3 ദിവസമായിട്ട് അവളുടെ മൂത്രമൊന്നും പോയിട്ടില്ല. കൈയും കാലും എല്ലാം ഇങ്ങനെ വളഞ്ഞ് സംസാരിക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞ് കൊച്ചിന്റെ അവസ്ഥ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി ഇതിനെ എത്രയും വേഗം നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, എനിക്ക് ചികിത്സിക്കാനായിട്ട് പറ്റത്തില്ല, അതേ അവസ്ഥയിലായി, നിങ്ങൾ ഇത്രയും ദിവസവും ഈ കുഞ്ഞിനെ എന്താ ഇങ്ങനെ ശ്രദ്ധിക്കാഞ്ഞതെന്ന് ഓർത്ത് വഴക്ക് പറഞ്ഞു. ഞങ്ങള് അവിടെ നിന്ന് ആംബുലൻസിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ അവൾക്ക് അവിടെ ഈ കൗണ്ട് തീരെ പോയി, 21,000 ഉള്ളു. 1,00,000 ചില്ലുവാനെങ്കിലും വേണം, നോർമലായിട്ട് വേണമെങ്കിൽ 3,000 മേളിൽ വേണം, 3,00,000 മേളിൽ വേണം നമുക്ക് കൗണ്ട്. 1,4 ലക്ഷമെങ്കിലും വേണം ഒരു കുഞ്ഞിന് നിലനിൽക്കാനായിട്ട്. 21,000 ആയിപ്പോയി ഇവളുടെ കൗണ്ട്. ഇവിടെ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ രക്ഷപ്പെടത്തില്ല, ഇവർക്ക് 2% ഉറപ്പ് തരാൻ പറ്റുള്ളൂ, ഞങ്ങൾ പരമാവധി ശ്രമിക്കാം, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അനേക ദൈവദാസന്മാരും ദൈവമക്കളെല്ലാം കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഭയായിട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള അയലോക്കംകാർ വിശ്വാസികൾ ആയിട്ടുള്ളവരെല്ലാം വീട്ടില് രാത്രിയിലെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. വലിയ ദൈവപ്രവൃത്തി നടന്ന. ICUവിൽ 7 ദിവസം എന്റെ കുഞ്ഞ് കിടന്നു. അവൾക്ക് മൂത്രം പോയിട്ടില്ല, സംസാരിക്കുകയില്ല, നിൽക്കുകയില്ല. 6.5 വയസ്സുണ്ട് ആ സമയത്ത്. നിൽക്കത്തില്ല, നിന്നാൽ അവിടെ വീഴും. എനിക്ക് എടുത്തോണ്ട് നടക്കത്തില്ല, നീര് വെച്ച് കൊച്ച് ഒത്തിരി ഭയങ്കര ഓവറായിട്ട് വെയിറ്റ് ആയിട്ട് എനിക്ക് എടുത്തോണ്ട് പോകത്തില്ല. ആ അവസ്ഥയിലെല്ലാം ദൈവം, ഞാൻ പ്രാർത്ഥിച്ചു, കാലെല്ലാം വളഞ്ഞു, കൈകൾ വളഞ്ഞു, അവശതയിലേക്കായി. കൊച്ചിന് കരയാൻ മേല, സംസാരിക്കത്തില്ല. ഒരാഴ്ചയോളം ഇവള് സംസാരിക്കാതിരുന്നു. ഞാൻ അന്നേരം ദൈവത്തോട് പറഞ്ഞു, എന്റെ കർത്താവേ, ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് തന്നേക്കും, എനിക്ക് വേണ്ട, ഈ കുഞ്ഞിന്റെ വേദന കാണാൻ എനിക്ക് പറ്റത്തില്ല. ഇവളുടെ വേദന ഇത് കണ്ട് രാത്രിയും പകലും എല്ലാം ഞാൻ ഇത് കണ്ട് മടുത്ത്. ഇനി എനിക്ക് കുഞ്ഞ് മരിച്ചാൽ ഇവള് സ്വർഗത്തിൽ കാണും, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, മരണനിഴലിന്റെ താഴ്വരയിലാണ് ഈ കുഞ്ഞെങ്കിലും ഭയപ്പെടുകയില്ലെന്ന് പറഞ്ഞു. ആ വചനം എന്നെ ബലപ്പെടുത്തി. ഞാൻ പ്രാർത്ഥിച്ചൊരു ബലത്തോടെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം അവളുടെ മൂത്രം പോയി, അവളൊരു നോർമലായ അവസ്ഥയിലേക്ക് കുഞ്ഞായി തീർന്നു. അവൾക്ക് അന്നേരം ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞ് രക്ഷപ്പെട്ടാലും ഒന്നെങ്കിൽ ഇവൾ സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ ഇവൾ നടക്കത്തില്ല, അല്ലെങ്കിൽ ചെവി കേൾക്കത്തില്ല, എന്തെങ്കിലും ഒരു വൈകല്യമില്ലാതെ കുഞ്ഞിനെ കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും അവൾ പഠിച്ച അക്ഷരം 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ കുഞ്ഞിനെ കുറവായി വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും അവൾ അക്ഷരങ്ങളെല്ലാം മറന്ന് 2 വർഷം 1-ലും 2-ലും എല്ലാം ഫുൾ മാർക്ക് മേടിച്ച കുഞ്ഞാണ്. അവള് എഴുതാനും വായിക്കാനും മറന്നുപോയി. സംസാരിക്കുമ്പോൾ വാക്കുകൾക്കെല്ലാം ക്ലിയർ അല്ല, പറയുന്നതൊക്കെ തെറ്റാ പറയുന്നത്. ആ അവസ്ഥയിലാണ് വന്നത്. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 6-ൽ പഠിക്കുമ്പോഴും എല്ലാം അവൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠനത്തിന്. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും കുഞ്ഞിന് വേണ്ടി നിന്നു. അവൾ 8-ാം ക്ലാസ് ആയി, അവള് നോർമൽ രീതിയിലേക്ക് വന്ന്. 9-ാം ക്ലാസ്സിലായി, അവൾ ആ സ്കൂളിൽ ഏറ്റവും ഫസ്റ്റ് ആയി. അവള് 2 പ്രാവശ്യം സംസ്ഥാന തലത്തിൽ മത്സരത്തിന് അവൾ പോയി. സ്കൂളിൽ അറിയപ്പെടുന്ന അധ്യാപകരും മറ്റു കുഞ്ഞുങ്ങളും എല്ലാം അംഗീകരിക്കുന്ന ഒരു നിലയിൽ എന്റെ കുഞ്ഞിനെ ദൈവം എത്തിച്ചു. അവള് ഇപ്പൊ 10-ാം ക്ലാസ്സിൽ പരീക്ഷയെല്ലാം എഴുതി, നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്. മിടുക്കിയായിട്ട് ദൈവം അവളെ നിലനിർത്തുന്നു. ഇങ്ങനെ അനേക അത്ഭുതങ്ങൾ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ഈ സമയം എന്റെ അമ്മയ്ക്ക് പിന്നെയും അസുഖം വന്നു. 2013 ഹാർട്ടിനാണ് പ്രശ്നം വന്നത്. അമ്മ തീരെ അവശതയാണ്. അപ്പോൾ വീട്ടിൽ അപ്പന് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. എന്റെ അപ്പൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട് അപ്പന്റെ സാക്ഷ്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2013 അപ്പോഴെന്റെ രണ്ടാമത്തെ എല്ലാ സാക്ഷ്യങ്ങളും പറയാം, അപ്പന്റെ അമ്മയുടെ എല്ലാ സാക്ഷ്യങ്ങളും സിസ്റ്ററിന് പറയാം. എന്റെ കുഞ്ഞ് എന്നപ്പോ 2013 രണ്ടാമത്തെ കുഞ്ഞിന്റെ വയറ്റിലുള്ള സമയമാണ്. അപ്പോൾ ഞങ്ങൾ പിതാവിന്റെ അടുത്ത് പോയി. അമ്മയ്ക്ക് സുഖമില്ല, വളരെ ഹാർട്ടിന് പ്രശ്നമായിട്ട് അമ്മ വളരെ സീരിയസ് ആയിട്ട് രണ്ടാമതേ അമ്മയ്ക്ക് അസുഖം വന്ന് അമ്മ ഇങ്ങനെ ഇരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയാണ്. അമ്മയുടെ മരണം എപ്പോഴാന്ന് അറിയത്തില്ല. അതേ അവസ്ഥയിൽ ഞാൻ പ്രഗ്നന്റ് ആണ്, എന്നെ നോക്കാൻ ആളില്ല. ഈ അവസ്ഥയിലെല്ലാം വളരെ ഭാരപ്പെട്ടു. ഞാൻ അന്നേരം വീട്ടിലേക്ക് പോയി അമ്മയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാം എന്നോർത്ത് വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ അപ്പൻ അന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ണിന് കാഴ്ച ചെറിയ കുറവുണ്ട്. വീട്ടിലാണ് ഞാൻ പറ്റുന്ന പോലെ ഞങ്ങളും അപ്പനെ പരിപാലിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അമ്മയ്ക്കും വയ്യ. ഈ അവസ്ഥയിൽ അമ്മ ഞങ്ങൾ വീട്ടിൽ അന്നേരം അമ്മയ്ക്ക് ഒരു വിടുതലിന് വേണ്ടിയിട്ട് ഒരു ഉപവാസ പ്രാർത്ഥന വീട്ടിൽ വെച്ചു. പ്രാർത്ഥനയിലെ ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അബ്രഹാം തേരഹിനെ വിട്ടതിന് ശേഷമാണ് ദൈവം ഇടപെട്ടതെന്ന്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താ കർത്താവ് ഇങ്ങനെ വചനം മാറി വരുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചു. പിറ്റേ ദിവസം ആയപ്പോൾ എന്റെ പിതാവിന് വലിയ പനി, തീരെ പറ്റിയല്ല. ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ആള് ഭയങ്കരമായിട്ട് പനിച്ച് രാത്രിയിൽ കുറെ വൈകിയപ്പോഴും
സുഖമില്ലാതെ എഴുന്നേറ്റ് ഞങ്ങൾ മരുന്നൊക്കെ കൊടുത്ത് നന്നായിട്ട് നോക്കിയതാണെങ്കിലും എഴുന്നേറ്റ് വയറിന് വളരെ പ്രശ്നം, വയറിളകുന്ന അങ്ങനെ വളരെ സീരിയസ് ആയി. മരുന്ന് കൊടുത്തിട്ടൊന്നും ഒരു കുറവുമില്ല. 4 ദിവസം അങ്ങനെ കടന്നുപോയി. അനങ്ങുമ്പോൾ ഈ ഇത് എവിടെന്നാ പോകുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് നോക്കാനും പറ്റത്തില്ല. ഞാൻ ഈ അവസ്ഥയില് സഹോദരന്റെ മക്കള് അങ്ങനെയുള്ളവരെല്ലാം നന്നായിട്ട് അച്ഛനെ നോക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ഭയങ്കര പേടിയായി. അതുവരെ നല്ല ധൈര്യശാലിയായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും വലിയ ആളാണ്. മറ്റുള്ളവരോട് എതിർക്കാനും എത്ര പേര് വന്നാലും ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എന്തിനെയോ ഭയപ്പെടുന്നുണ്ട്. ജനൽ വഴി പുറത്തോട്ട് നോക്കാൻ പേടി. കട്ടിലിന്റെ അരികിലേക്ക് വന്ന് എപ്പോഴും നമ്മളെ അടുത്ത് വേണം. ഈ സമയം ഞാൻ അന്നേരം 4 ദിവസം കഴിഞ്ഞു ഞാൻ ചെന്ന് അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, ചാച്ച ഞാൻ അന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. നീ പ്രാർത്ഥിച്ചോ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1-2 വട്ടം സഭയിൽ വന്നതാണ്. പിന്നെ ഈ കള്ളു കുടിക്കണം, നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നെയും പുറകോട്ട് പോകും. എങ്കിലും ഒന്ന് പ്രാർത്ഥനാശീലം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റാലും വൈകിട്ടും എന്റെ കർത്താവെ എന്നെ കാത്തുകൊള്ളണമെന്ന് പറയുന്ന ആളെ ഞങ്ങൾ കാണുന്നത്. ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഈ അവസ്ഥയിൽ നമ്മൾക്ക് ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാനും ഒത്തിരി കുറ്റങ്ങളും പാപങ്ങളും എല്ലാം ചെയ്തതാണ്. എന്റെ പിതാവിന്റെ പാപം പറയുന്നതോടൊപ്പം ഞാൻ എന്റെ പാപങ്ങളും പറഞ്ഞു. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് ദൈവം വിടുവിക്കണം, ഇങ്ങനെ രോഗിയായി കിടത്തരുത്, ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം ഈ വിഷയത്തിന്മേൽ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ അവസ്ഥയിലിട്ട് നോക്കാൻ ആളില്ല, എന്റെ അമ്മയുടെ അവസ്ഥ ഇതാണ്, വീടിന്റെ അവസ്ഥ തീരെ മോശമാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഇതുപോലെ കടന്ന് കഷ്ടപ്പെടാനോ നരകിക്കാനൊന്നും ദൈവം അനുവദിക്കരുതെന്ന് പറഞ്ഞ് പിതാവിന്റെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് എന്റെ പിതാവും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ കുളിപ്പിച്ച് നല്ല മിടുക്കനാക്കിയൊക്കെ കടത്തി. എങ്കിലും കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും എന്റെ കുഞ്ഞും വെള്ളം തൊട്ട് കൊടുത്തു. അങ്ങനെ ഒരു നല്ല മരണം എന്റെ പിതാവിന് ദൈവം കൊടുത്തു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രാർത്ഥിക്കാനും പറഞ്ഞു വിടാനും ദൈവസന്നിധിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ദൈവം ആ ഒരു കാര്യത്തിന് വലിയൊരു അനുഗ്രഹകരമാക്കി തീർത്തു. അനേകര് കടന്ന് നരകിച്ച് വളരെ കഷ്ടം അനുഭവിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് 5 ദിവസം എന്റെ പിതാവ് കിടക്കയിലായിരുന്നു, വിടുവിച്ചു. എന്റെ അമ്മയ്ക്ക് രോഗം പൂർണ്ണമായി സൗഖ്യമായി. അമ്മയ്ക്ക് ഇന്ന് 89 വയസ്സുണ്ട്, ഇപ്പോഴും ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. ആ ദേശത്ത് അനേകർ രോഗികളായി അവരെക്കാൾ മുമ്പേ രോഗിയായി മരിക്കേണ്ട അമ്മയാണ്. 2000-ൽ അമ്മ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ട അമ്മ ഇപ്പോഴും 24 വർഷവും അമ്മയെ ദൈവം പരിപാലിക്കുന്നു. അമ്മയെ ദേശത്ത് ഞങ്ങൾ ഒരു പ്രാർത്ഥന വെച്ച് അമ്മയെ സ്നാനപ്പെടുത്താൻ ആഗ്രഹിച്ചു. അപ്പോഴെന്റെ ഒരു 2ാമത്തെ ചേച്ചി വീട്ടിൽ വന്ന് ഈ ഉപവാസ പ്രാർത്ഥന കൂടാനായിട്ട് സ്നാനം കാണാനും വന്ന എന്റെ ചേച്ചി 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലും സ്നാനത്തിന്റെ ക്ലാസ് കൂടിയ ചേച്ചി അമ്മയോടൊപ്പം സ്നാനപ്പെട്ടു. അങ്ങനെ ചേച്ചിയുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ കാര്യങ്ങളെല്ലാം ദൈവം വളരെ അനുഗ്രഹമാക്കി തീർത്തു. ഇങ്ങനെ അനേക നന്മകൾ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. പലപ്പോഴും ഞാനാണ് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തത്. ഇതെല്ലാം ഞാൻ ദൈവത്തോട് ചോദിച്ചു. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എങ്കിലും ദൈവം എന്നെ ഇതിന് മാത്രം സ്നേഹിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ നാട്ടിൽ എനിക്ക് ഈ ലോകത്തിൽ ഞാൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയില് ആരും അല്ലാതിരുന്ന സ്ഥാനത്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടുന്ന് മാറ്റപ്പെടേണ്ട ഒരു അവസരത്തിൽ എന്റെ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് ഈ നാൾ വരെ എന്നെ ദൈവം സൂക്ഷിച്ചു. എന്റെ അനേക കാര്യങ്ങൾ ദൈവം നടത്തി തന്നു. ഇനിയും ദൈവസന്നിധിയിൽ അവിടെ വെച്ച് നിത്യതയിൽ എത്തുമ്പോൾ എന്റെ കർത്താവിനോട് ഞാൻ എന്ത് പറയും? എനിക്ക് ചെയ്ത ഈ നന്മകൾക്കെല്ലാം ഞാൻ എന്ത് നന്ദി പറയും? എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമാണ് ഉള്ളത്. ഈ സാക്ഷ്യം മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രേഷ്ഠരല്ലായിരിക്കാം, നമുക്ക് പുകഴാനോ പ്രശംസിക്കാനോ ഒന്നും ഇല്ലെങ്കിലും എളിയവളായ എന്നെ എന്റെ കർത്താവ് കണ്ടു. ആ കഴുതക്കുട്ടിയെ കണ്ടതുപോലെ, പുറംപറമ്പിൽ കടന്ന ആ കൽപാത്രത്തിൽ വെള്ളം നിറച്ചതുപോലെ ദൈവത്തിന് എന്തും ആവശ്യമാണ് അവൻ ഉപയോഗിക്കാനായിട്ട്. നമ്മളെ ഓരോരുത്തരും നമ്മൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് കർത്താവിലൂടെ എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ, ഈ ലോകക്കാരെ നോക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല, ഞാൻ വെറും നിസ്സാരയാണ്. എങ്കിലും എന്റെ കർത്താവിന് ഞാൻ വലിയവളും വേണ്ടപ്പെട്ടവളുമായി എന്റെ കർത്താവ് എന്നെ കരുതുന്നതോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഈ സാക്ഷ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ആമേൻ ആമേൻ. സിസ്റ്ററിന്റെ വീട്ടിലെ എല്ലാരും ഈ 10 പേരും വിശ്വാസത്തിൽ വന്നോ? ഇല്ല, എന്റെ ഒരു മൂത്ത ചേച്ചിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. ഏറ്റവും ഇളയ ചേച്ചിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. എന്റെ ഒരു ആങ്ങളയുടെ ഭാര്യ രക്ഷിക്കപ്പെട്ടതാണ്, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. ഇത്രയും പേര് അമ്മ വിശ്വാസത്തിലാണ്. പിന്നെ രക്ഷയുടെ അനുഭവം അറിഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളെല്ലാം, സഹോദരങ്ങളുടെ മക്കളെല്ലാം
ദൈവത്തെ അറിഞ്ഞവരാണ്, സ്നാനപ്പെട്ടവരുണ്ട്. 2 പേര് സ്നാനപ്പെട്ടു. ഉം. അച്ഛാ, ഇനി എനിക്ക് ഒരു സഹോദരനുള്ള, ബാക്കി എല്ലാവരും മരിച്ചുപോയി. എന്റെ വീട്ടിലുണ്ട്, മദ്യപാനിയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഭവനത്തിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഒരു ഭവനം പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്നു. മാതാവ് അവിടെ. ആരാ മദ്യപാനി? എന്റെ ഏറ്റവും ഇളയ സഹോദരൻ. ഒരാളെ ഇനിയുള്ള. എനിക്ക് 5 ആങ്ങളമാരുണ്ടായിരുന്നു. ആ. ഒരാളുണ്ട്. പ്രാർത്ഥന വയ്ക്കുന്നതിനൊന്നും എതിർപ്പില്ല. പ്രാർത്ഥന, ദൈവത്തെ ഭയമുണ്ട്, പക്ഷെ രക്ഷയിലേക്ക് വന്നിട്ടില്ല. അമ്മയ്ക്ക് അവിടെ പ്രാർത്ഥിക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അമ്മേനെ അതിന് വിടും. പള്ളിയിൽ എന്താ ആവശ്യം ഉണ്ടെങ്കിലും പോയി സഹായിച്ചു കൊടുക്കും. പക്ഷെ പേഴ്സണലായിട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. ഇല്ല. ഇല്ല. ഓക്കെ സിസ്റ്ററെ. സിസ്റ്ററിന്റെ ജീവിതത്തില് സിസ്റ്റർക്ക് ഏതാ ഹിന്ദുക്കള് ആയിരുന്നപ്പോൾ പിന്നെ കർത്താവിനെ സിസ്റ്റർ കണ്ടുമുട്ടിയ സാഹചര്യം പറഞ്ഞല്ലോ, ഇല്ലയോ? അതെ, പറഞ്ഞു. കൺവെൻഷന് പങ്കെടുത്ത്. പറഞ്ഞു. ഓക്കെ സിസ്റ്ററെ. ബൈബിൾ സ്കൂളിൽ വെച്ച് വേറെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ബൈബിൾ കോളേജിൽ വെച്ച് ഓർമ്മയിലുണ്ടോ? ബൈബിൾ കോളേജിൽ വെച്ച് എന്തെങ്കിലും ദൈവം എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തതോ, വേറെ ദർശനങ്ങളോ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, ഓർമ്മയിലില്ല. ഇപ്പം സിസ്റ്റർ ഒക്കെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്റെ ഹസ്ബൻഡ് ഇവിടെ അടുത്തൊരു വീട്ടില് കൂലിപ്പണിയാ ചെയ്യുന്ന. വീട്ടിലെ സ്ഥിരം പണിയാണ്. അതുപോലെ ഒരു സാക്ഷ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞങ്ങൾ വിവാഹം കഴിച്ച് ഇവിടെ മൂലമറ്റത്താണ് താമസിക്കുന്നത്. വാടകയ്ക്കായിരുന്നു താമസിച്ചത്. അപ്പോൾ എന്റെ ഭർത്താവിന്റെ പെങ്ങൾക്ക് ഒരു 3 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളോട് താമസിച്ചോളാൻ പറഞ്ഞു. ചേച്ചി വിവാഹിതയല്ല, അതുകൊണ്ട് ഞങ്ങളോട് അവിടെ വീട് വെച്ച് വിവാഹം കഴിഞ്ഞ് അവിടെ താമസിക്കാനുള്ള അനുവാദം കിട്ടിയത് കൊണ്ടാണ് എന്റെ വീട്ടുകാർ ഇത്ര ദൂരേക്ക് എന്നെ വിട്ടത്. അങ്ങനെ ഞങ്ങളിവിടെ വീട്, ചെറിയ വീട് പണിത്, ഒരു 2 മുറിയും ഹാളും ഒക്കെ ഉള്ള ഒരു നല്ല വീടാണ് പണിത്. അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോ ആധാരവും കാര്യങ്ങളെല്ലാം ചേച്ചിയുടെ പേരിലായി. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് 12 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു. അത് കഴിഞ്ഞപ്പോ പ്രശ്നമായി. നമ്മൾ അവിടെ നിന്ന് ഒഴിവായി കൊടുക്കണം. വളരെ ബുദ്ധിമുട്ട്, മാനസികമായിട്ടെല്ലാം ഞങ്ങൾ ബുദ്ധിമുട്ടി. നമ്മള് വിശ്വാസികളാണല്ലോ, അപ്പം നമ്മൾക്കത് സഹിക്കാതെ വെളിയിൽ പറയാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളുണ്ട്. വിശ്വാസികളുടെ വീടല്ലേ, അതുകൊണ്ട്. പെങ്ങളും വിശ്വാസത്തിലാണോ? അതെ. പക്ഷെ വീട് നമുക്ക് തരത്തില്ല, നമ്മൾ അവിടെ നിന്ന് ഒഴിവാകണം അവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി. വാടകയ്ക്ക് ഞങ്ങളിങ്ങ് പോന്നു. എന്റെ ഭർത്താവിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങള് പൈസയും മുടക്കി ശാരീരികമായി ഒത്തിരി അധ്വാനിച്ചതിന് ശേഷം ആ ഭവനം നമുക്ക് പണിയാൻ പറ്റിയത്. അതുകൊണ്ട് പോരുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരോട് ദേഷ്യം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. ഒത്തിരി ഭാരപ്പെട്ട, ആരാധനയ്ക്കൊന്നും വരാതെ ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ അപ്പോഴെല്ലാം പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി ഒരുങ്ങുന്നത് തരും. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്റെ ജീവിതത്തിലെല്ലാം അനേക നന്മകൾ എന്റെ കർത്താവ് തന്നിട്ടുള്ളതേ ഉള്ളൂ. അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ ഒരിക്കലും ഞാൻ തള്ളിക്കളയത്തില്ല. എന്റെ കർത്താവ് എനിക്കൊരു വീട് തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ 2019 10-ാം മാസം ഒക്ടോബർ മാസം 4-ാം തീയതി വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, എന്റെ കർത്താവെ, ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് എനിക്കൊരു ഭവനം തരാനായിട്ട് ഇല്ലേ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ എന്നോട് ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഞാനത് വായിച്ചു നോക്കി. അപ്പോൾ ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കും. ഈ വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാനത് വിശ്വസിച്ചു. ഞാനത് ഡേറ്റ് ഇട്ട ബൈബിളിൽ തന്നെ എഴുതി വെച്ചു. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കൊരു വീട് ദൈവം തരും, എനിക്ക് ഉറപ്പുണ്ട്, നമുക്ക് ദൈവം തരുമെന്ന് നിശ്ചയമായിട്ട് എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി അതൊന്നും അന്നൊന്നും അംഗീകരിച്ചില്ലെങ്കിലും പണിയുന്ന വീട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടി സ്ഥലം മാറ്റി ഇട്ടുതന്നു. ഇവിടെ നിങ്ങൾ വീട് വയ്ക്കണം, ഇവിടെ താമസിക്കണം. 5 സെന്റ് സ്ഥലം നമുക്ക് തന്നിട്ടുണ്ട്. അവരുടെ സ്ഥലത്തോട് ചേർന്ന് നമുക്ക് അവിടെ കൃഷി ചെയ്യാം, വീട് പണിയാം. ഈ വർഷം എന്തോ തന്നിട്ടില്ല. ഈ വർഷം അതിനുള്ള തീരുമാനങ്ങളുണ്ട്. നമ്മള് കുറച്ച് പൈസ നമ്മൾ മുടക്കണം. ഒരു വീട് പണിയാനായിട്ട് അവര് സ്ഥലം തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾക്ക് ചില സഹായങ്ങൾ അവർ ചെയ്യും. നമ്മളും കൂടി അത് പണിയണമെന്നാണ് പറഞ്ഞത്. ഈ വർഷം അതിന്റെ ആരംഭം കാണുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്റെ കർത്താവ് വിശ്വസ്തനാണ്. എന്നെ ഒരു കാര്യത്തിനും, എന്റെ ഒരു ചെറിയ കാര്യങ്ങളും പോലും അറിഞ്ഞ് എന്നെ സഹായിച്ച എന്റെ ഒരു കർത്താവ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. നമ്മുടെ ഏത് ആവശ്യങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. സിസ്റ്റർ ബൈബിൾ കോളേജിൽ 1 വർഷം പഠിച്ചു, ഇല്ലയോ? അതെ.
1 വർഷം ദൈവത്തിന്റെ വചനം സിസ്റ്റർ ബൈബിൾ കോളേജിൽ പഠിച്ചു. എങ്കിലും പിന്നെ സിസ്റ്റർ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് ഈ വിവാഹം നടന്നത്. ഞാൻ അവിടെ നിന്ന് ഞാൻ ഗോസ്ബൽ നാഷണൽ മിഷണറി ആയിട്ട് പോവുകയായിരുന്നു വയനാട്ടില്. അവിടെ ഞാൻ കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനം CDC ചൈൽഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി അവിടെ പ്രവർത്തിക്കായിരുന്നു. ടീച്ചറായിട്ടും സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അവിടെ നിന്നാണ് വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങ് പോകുന്നത്. വിവാഹമായിട്ട് പോകുന്നതല്ല. പിന്നെ എനിക്ക് 7 വർഷം ഞാൻ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു. തയ്യൽ കമ്പനി ജോലി ചെയ്തപ്പോൾ എനിക്ക് ശ്വാസമുട്ടൽ വന്നു, പൊടി അലർജി ആയിട്ട്. കാക്കനാട്, എറണാകുളം കാക്കനാട്. 1999 മുതൽ 4 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് ശ്വാസമുട്ടലായി. അവിടെ നിന്ന് മരുന്നൊക്കെ കഴിച്ചിട്ട് കുറവില്ലാതെ മെഡിക്കൽ കോളേജ്, ഞങ്ങൾ ഏതാവശ്യത്തിനും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. അവിടെ പരിശോധനയിൽ എനിക്ക് ആസ്മാറ്റിക് പേഷ്യന്റ് എന്നാണ് അവർ എഴുതി തന്നത് ഡോക്ടർ. ശ്വാസം ഞാൻ വലിക്കുന്നത് അപ്പുറത്തെ വീട്ടിലിരിക്കുന്നവർക്ക് കേൾക്കാം. അതേ അവസ്ഥയിൽ എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ ഭാരപ്പെട്ടു. എന്റെ അപ്പൻ അന്നേരം എന്നെ പരിഹസിച്ചു. എന്റെ വീട്ടിൽ ആർക്കും വലിവ് രോഗികൾ ആരും എന്റെ കുടുംബത്തിലില്ല. നീ കർത്താവിനെ അറിഞ്ഞിട്ട് നിനക്ക് ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ച് പല ദിവസങ്ങൾ എന്നെ ഭാരപ്പെടുത്തി. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാ ഇനി വീട്ടിൽ നിൽക്കുന്നില്ല. എന്റെ മരുന്നും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞാൻ അങ്ങോട്ട് ജോലി സ്ഥലത്തേക്ക് പിന്നെ പോയി. പോകുന്ന വഴിയിൽ അന്നേരം ഞാൻ ബസ്സിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വീട്ടുകാർക്ക് ഞാൻ ഒരു അധികപ്പറ്റായി, ഇങ്ങനെ ഞാൻ നിന്ദിക്കപ്പെടുന്നു. ഞാൻ ഈ ഗുളികയെല്ലാം വെളിയിലേക്ക് ബസ്സിൽ നിന്ന് കളഞ്ഞു. ഞാൻ ഇനി മരുന്ന് കഴിക്കുന്നില്ല. ഞാൻ അസുഖം വന്ന് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കർത്താവ് എന്നെ വിടുവിക്കുവാണെങ്കിൽ വിടുവിക്കട്ടെ എന്ന് ഞാൻ തീരുമാനമെടുത്തു. 2000 ഞാൻ തിരിച്ച് അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിലെത്തി. അവിടെ ഞങ്ങൾ 6 സിസ്റ്റർമാര് വിശ്വാസികളാണ് ഒന്നിച്ച് താമസിച്ച് ജോലി ചെയ്യും. അവിടെ ആരാധനയിൽ കൂടും. ബോങ്കയുടെ കൺവെൻഷനൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. വോളണ്ടിയർമാരായിട്ട് നിന്നിട്ടുണ്ട്. കൺവെൻഷന് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ താമസിച്ചു. ആത്മീയമായിട്ട് നല്ലൊരു സപ്പോർട്ടായിരുന്നു എന്റെ കൂട്ടുകാര്, അവിടുത്തെ സഭ, അങ്ങനെ അവിടെയായിരുന്നു. ഞാൻ ആ തീരുമാനം എടുത്ത് അവിടെ ചെന്ന് ഞാൻ ആ റൂമിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ച്, മുട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവത്തോട്, എന്നെ സൗഖ്യമാക്കാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ എന്നെ സൗഖ്യമാക്കുക, അല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഈ നിമിഷം വരെ ശ്വാസമുട്ടൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്ഭുതകരമായി എന്നെ നടത്തുന്നു. 7 വർഷത്തോളം ഞാൻ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. എന്റെ വിവാഹത്തിന് ശേഷമാണ് പിന്നെ ഞാൻ മരുന്നെടുക്കേണ്ടി വന്ന, ആശുപത്രിയിൽ പോകാനും നടുവേദനയായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ അഡ്മിറ്റ് ആകേണ്ടി വന്ന് മരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ പലപ്പോഴും രോഗികളായി. എനിക്ക് ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട് ആന്റി, പറയാതെ പോയി. 2022 എനിക്ക് വേരിക്കോസിന്റെ അസുഖം വന്നു. എന്റെ കാലിന് നീര്, വലത് കാലിന്റെ കണ്ണയ്ക്ക് മുകളിൽ ചൊറിഞ്ഞു പൊട്ടി. അത് ഭയങ്കര പഴുപ്പായി തീർന്നു. വണ്ണം വെച്ച് കാലൊക്കെ വലിയ വൃത്തികേടായിട്ട് എനിക്ക് നടക്കാൻ മേല, കാല് കുത്താൻ മേലാത്ത അവസ്ഥ. ഒക്ടോബർ മാസം 2022 ഒക്ടോബറിൽ എന്റെ കാലിന് ഈ അസുഖം ഉണ്ടായി. 2-3 ആശുപത്രി കയറി, യാതൊരു രക്ഷയില്ല. കാല് വണ്ണം വെച്ച് നിലത്ത് കുത്തത്തില്ല. ഞാൻ കട്ടിലേൽ ഇരുന്ന് 2 ആഴ്ചയോളം വീട്ടിൽ തന്നെ ഇരുന്നു. ഈ നടന്ന് ബാത്റൂമിൽ പോകാൻ മേലാത്ത അവസ്ഥ. വളരെ ഭാരപ്പെട്ട് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. എനിക്ക് ദൈവം അല്ലാതെ എനിക്ക് സഹായിക്കാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ ഒരു ഗവൺമെന്റ് ഹോമിയോ ഉണ്ട് മുട്ടത്ത്, അവിടെ ഞാൻ പോയി. എനിക്ക് പൈസ ഇല്ല, നോക്കാൻ ആളില്ല, അങ്ങനെയൊക്കെ വളരെ ഭാരപ്പെട്ടു. അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടുന്ന് ഡ്രസ്സും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനുള്ള രീതിയിൽ അങ്ങോട്ട് ചെന്നത്. അവിടെ ഇങ്ങനെ ചികിത്സ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അവസ്ഥ കണ്ട് തിരിച്ചു വിടാൻ തോന്നിയില്ല, അഡ്മിറ്റ് ആക്കി അവിടെ. എങ്കിലും പറഞ്ഞു ഞങ്ങൾ ഒരു വ്യാഴാഴ്ചയാണ് ചെല്ലുന്നത് അഡ്മിറ്റ് ആയത്. വെള്ളിയാഴ്ച ഡോക്ടർ പറഞ്ഞ് തിങ്കളാഴ്ച ഈ കാല് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റിയല്ല, ഇത് ഓപ്പറേഷൻ ചെയ്യണം. ഇവിടെ ഞങ്ങൾക്ക് ഇതിനുള്ള സജ്ജീകരണങ്ങളില്ല. ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി അല്ലേ, അവിടെ മരുന്നും ഗുളികയുള്ളൂ, അല്ലാണ്ട് ഓപ്പറേഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച ഇതിനൊരു വിടുതൽ വന്നില്ല, നിങ്ങൾ വെളിയിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തരും, കൊണ്ടുപോക്കണം, ഓപ്പറേഷൻ ചെയ്തോണം എന്ന് പറയും. ഞങ്ങൾ അന്വേഷിച്ചപ്പോ 1 ലക്ഷം രൂപയോളമെങ്കിലും ആകും കാലിന്റെ ഓപ്പറേഷന്. ഒരു 50,000-ന് മേളിൽ വരും. നമ്മുടെ കയ്യിൽ 50 രൂപ പോലും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. എന്റെ അമ്മ വന്ന് എന്റെ കൂടെ ഉണ്ട്. വെള്ളിയാഴ്ച അമ്മ വന്ന്, ശനി ഞായറൊന്നും എനിക്ക് കാല് നിലത്ത് കുത്തത്തില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥനയും കിടക്കും, ഉറക്കം ഇല്ല. രാത്രി മൊത്തം കാലിന് വേദന, ചരിച്ചു വെക്കാൻ മേല, ചരിഞ്ഞു കിടക്കത്തില്ല, മലർന്ന് മാത്രം ഇങ്ങനെ കിടക്കാം. വലത് കണ്ണയുടെ മോള് ഭാഗം ഇങ്ങനെ ഈ വണ്ണമുള്ള സ്ഥലം അവസ്ഥയില. വളരെ കരച്ചിലും, ഉറങ്ങാൻ പറ്റാതെ രാത്രിയെല്ലാം എഴുന്നേറ്റ് കാല് തുടച്ചുകൊണ്ട്
കരഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങത്തില്ല, വേദന സഹിക്കത്തില്ല. അങ്ങനെയായി തിങ്കളാഴ്ച ഡിസ്ചാർജ് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഇങ്ങനെ നടന്നു പോയി പകുതി വഴി ചെന്ന് എന്റെ കാലിൽ നിന്ന് എന്തോ ഒഴുകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ നോക്കുമ്പോൾ ആ ആശുപത്രി ഞാൻ പോയ വഴി മൊത്തം ബ്ലഡ്. ബാത്റൂമിൽ ചെന്ന് കയറിയപ്പോ നിറച്ച് ബ്ലഡ് ഒഴുകിക്കൊണ്ടേ ഇരിക്കും. പഴുപ്പ്, ബ്ലഡ് ഇങ്ങനെയുള്ളവയെല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് എന്റെ കാല് വെള്ളം ഒഴിച്ച് കഴുകി. പിന്നെ എനിക്ക് കുഴപ്പമില്ല, കാല് നിലത്ത് കുത്താം, നീര് പോയി. ഞാൻ പതുക്കെ നടന്ന് എന്റെ കട്ടിലേ വന്നിരുന്നു. ഡോക്ടർ രാവിലെ വന്നപ്പോൾ ഞാനിങ്ങനെ കാല് നോക്കിയപ്പോൾ കാല് വണ്ണം വെച്ച് മന്ത് പോലെ ഇരുന്ന കാലാ സാധാരണ രീതിയിലായി. ഡോക്ടർ പറഞ്ഞു ഇപ്പോഴെനിക്ക് സമാധാനമായത്. എന്റെ തോളി തട്ടി പറഞ്ഞു ഇപ്പോഴെനിക്ക് സമാധാനമായി, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അത്ഭുത സൗഖ്യം അവിടെ നിന്ന് കിട്ടി. കാല് വലിയ വ്രണമായിരുന്നു. ഒരു നാരങ്ങ, ഒരു പേരയ്ക്കൊക്കെ വെച്ചാൽ ഇറങ്ങിപ്പോ അതുപോലത്തെ ഒരു വ്രണം എന്റെ കാലിലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വരുന്നവരെല്ലാം എന്റെ കാലിൽ നോക്കും. ഇപ്പൊ കെട്ടി വയ്ക്കത്തില്ല, അതിങ്ങനെ തുറന്നു വെച്ച് മരുന്ന് ഒഴിച്ചു വിടുക. ഇങ്ങനെ കുഴി പോലെയായി. കണ്ടാ പേടിച്ചു പോകും. എനിക്ക് പേടി, കാണുന്നവർക്ക് പേടി. അങ്ങനെ വലിയ അവസ്ഥയായിരുന്നു. 1 മാസത്തോളം ഞാൻ അവിടെ കിടന്നു. എന്റെ കാലിന്റെ പഴുപ്പ് മാറി, ഉണങ്ങി കാല് നല്ല രീതിയിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തതല്ല. എങ്കിലും എന്നെ ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കി. ഇപ്പൊ കാലിൽ ആ പാട് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ നടന്ന് എനിക്ക് എന്ത് ജോലിയും ചെയ്യാം, യാതൊരു കുഴപ്പവും ഇല്ലാതെ എന്നെ ദൈവം അത്ഭുത സൗഖ്യം തന്നു. ഇന്നും ഈ അസുഖം വന്നവര് പലരും ആശുപത്രി കയറി ഇറങ്ങി നടക്കുമ്പോൾ എന്റെ കാലില് ഒരു രോഗവും ഇല്ലാതെ ആ വലിയ പാട് എന്റെ കാലിലുണ്ട്. ഞാനൊരു രോഗിയായിരുന്നു എന്നുള്ളൊരു തെളിവ്. എന്നെ അത്ഭുതകരമായി ദൈവം സൗഖ്യമാക്കി. അങ്ങനെ സിസ്റ്ററെ കർത്താവ് ഇവിടെവരെയും കൊണ്ടുവന്നു. ആമേൻ. ഇപ്പൊ 2 കുഞ്ഞുങ്ങളും എന്തോ എടുക്കുക? മൂത്തയാള് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി, രണ്ടാമത്തെ ആള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം സ്തോത്രം നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന മധ്യാഹ്ന സമയം എന്റെ കർത്താവിന്റെ സന്നിധിയിൽ അല്പനിമിഷമായിരിക്കാൻ അങ്ങ് ചെയ്ത നന്മകളെ കുറിച്ചും ഉപകാരങ്ങളെ കുറിച്ചും ഒരിക്കൽ കൂടി ഓർക്കുവാനും അത് ഷെയർ ചെയ്യുവാനും ദൈവം എന്നെ ഒരുക്കിയതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിലേക്ക് അടിയനെ പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ സ്തോത്രം, ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയല്ലോ, അതിനായി നന്ദി പറയുന്നു. ആന്റിയെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയ്ക്കായി ദൈവം ഉപയോഗിച്ചല്ലോ അനേകരുടെ സാക്ഷ്യം എന്റെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനമായി തീരട്ടെ. കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന ഈ സാക്ഷ്യം മുഖാന്തരം അനേക സഹോദരിമാരും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഇതൊരു വലിയ ശുശ്രൂഷയാക്കി മാറ്റണം. അങ്ങയുടെ നാമം മഹത്വം എടുക്കണം. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം നിന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട് ഞാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററെ, കർത്താവ് ഇത്രത്തോളം സിസ്റ്ററെ നടത്തി. ഈ സാക്ഷ്യങ്ങളൊക്കെ സിസ്റ്റർ മറ്റുള്ളവരോട് പറയണം. നമുക്ക് കർത്താവ് ചെയ്യുന്ന ഉപകാരങ്ങളും നാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയണം. പലപ്പോഴും സഹോദരിമാരെ ഭവനത്തിനകത്ത് എന്തോ ചെയ്യുക, പലവിധമാകുന്ന ഭാരങ്ങളിൽ ഒക്കെ കുടുങ്ങി കിടന്നു പോകുക. അത് പിശാച് പലപ്പോഴും അങ്ങ് കുടുക്കിയിടുന്നതായ ഒരു അനുഭവമാണ്. നാം വീട് നോക്കാതെ ഇറങ്ങി നടക്കണമെന്നല്ല. ഭവനത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്നതായ സമയങ്ങൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കണം. കർത്താവ് അതാണ് നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തില് നയമാന്റെ വീട്ടിൽ ഒരു കൊച്ചു പെൺകുട്ടി കടന്നു ചെന്നു. അടിമ പെൺകുട്ടിയാണ്. എന്നാല് അവൾ അടിമയായിട്ട് ആ കൊച്ചു പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയെങ്കിലും നയമാന്റെ കുഷ്ഠം കണ്ടപ്പോഴും അവള് പറഞ്ഞു, ഞങ്ങളുടെ ദേശത്തൊരു പ്രവാചകനുണ്ട്, അവന്റെ അടുത്ത് കടന്നു ചെന്ന് പ്രാർത്ഥിച്ചാല് ഈ നയമാൻ എന്ന മനുഷ്യന് വിടുതൽ കിട്ടുമെന്ന് അവന്റെ ഭാര്യയോട് പറയുവാനിടയായി. ആ ഒരു വാക്കാണ് നയമാന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നേടിക്കൊടുക്കാനിടയായിട്ട്. അതുപോലെ കർത്താവ് നമ്മെക്കുറിച്ച് ഒക്കെ ഈ ചെറിയ ചെറിയ വാക്യങ്ങളും ചെറിയ ചെറിയ നമ്മുടെ അനുഭവങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ സഹോദരി, ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചതാണ്. കർത്താവ് തന്ന താലന്തുകളെ ഉപയോഗശൂന്യമാക്കി കളയാതെ വന്നു. കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രിയ സഹോദരി പ്രയോജനപ്പെടണം. എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കർത്താവ് പ്രിയ സഹോദരിയുടെ മേൽ അധികമായി പകർന്നു ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. ആമേൻ. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. കർത്താവ് സഹായിക്കും.